ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും ഒരു ലോകമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഓരോ നിമിഷവും അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. നമ്മൾ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്ന ഈ ലോകമനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷവും നിരാശയും ടെൻഷനും പ്രതീക്ഷയും എല്ലാം തന്നെ. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ചിന്താ ലോകം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സന്തോഷത്തിൻ്റെ സുഖത്തിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനസ്സ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പങ്കാളി ഓറൽ ചെയ്യുമ്പോൾ പുരുഷൻ എങ്ങനെ പ്രതികരിക്കണം എന്നാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്യുന്നത് തന്നെ. എല്ലാവരും യുണീക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. വെറൈറ്റി പരമായ ഇഷ്ടങ്ങൾ ഇതിനകത്ത് വരാനായിട്ട് ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം കാണുന്നത്, കേൾക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ. എന്നിരുന്നാലും അതിനെ കൂടുതലും നിറം പിടിപ്പിക്കുന്നതും അതിനകത്തൊരു താല്പര്യമൊക്കെ ഉണ്ടാക്കി തരുന്നതും അതിനോടുള്ള ഭാവന, ചിന്തകൾ, ആറ്റിറ്റ്യൂഡ് ഒക്കെ തന്നെയാണ്. ചിലരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയോട് അമിതമായിട്ടുള്ള ഇഷ്ടം എന്ന് പറയാനില്ല. അവർക്ക് പൊതുവെയുള്ള സാധാരണ രീതിയോടാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മെത്തേഡിനോട് അമിതമായിട്ടുള്ള ഇഷ്ടം കാണിക്കുന്നവരുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനവുമാണ്. യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ട രണ്ട് പേര് തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവിടെ വികാരത്തിൻ്റെ സംതൃപ്തി മാത്രമല്ലല്ലോ, മറ്റേ ആൾക്ക് എത്രത്തോളം സംതൃപ്തി കിട്ടുന്നു അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിയുന്നു, ഇതൊക്കെ നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്ന കാര്യമാണ്. അല്ലാതെ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുന്നതല്ലല്ലോ അതിൻ്റെ ഒരു ഷെയറിംഗ് എന്നും ആത്മവിശ്വാസമെന്നും ഒക്കെ പറയുന്നത്. എന്നുവെച്ചാൽ ഏത് കാര്യത്തിനകത്താണെങ്കിലും മറ്റൊരാൾ നമ്മളെ കൊണ്ട് ആനന്ദം അനുഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സംതൃപ്തി നേടുമ്പോഴാണ് ശരിക്കും നമുക്കും ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എതിർലിംഗത്തിൻ്റെ ഒരു ഇഷ്ടം വേണമെന്നുണ്ട്, ഒരു കെയറിങ് വേണമെന്നുണ്ട്, ഒരു ആകർഷണം വേണമെന്നുണ്ട്. ഈ വെറൈറ്റി ആയിട്ടുള്ള പല രീതികളും ഉണ്ടാകാനും അത് ചെയ്യാനും കാരണം തന്നെ അതാണ്. അപ്പോൾ സ്ത്രീ പങ്കാളി ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ പുരുഷൻ അവിടെ ആസ്വദിക്കുന്ന റെസ്പോൺസാണ് കൊടുക്കേണ്ടത്. ലൈംഗികതയിൽ ചില മെത്തേഡും ചില പൊസിഷൻസും ഒക്കെ ചെയ്യുമ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ ആനന്ദം കിട്ടുന്ന രീതിയുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ അങ്ങനല്ല. അവിടെ ചെയ്യുന്ന ആളും ആസ്വദിക്കുന്ന ആളുമാണ് വരുന്നത്. എന്ന് കരുതി ചെയ്യുന്ന ആൾക്ക് ആസ്വാദനമില്ലെന്നല്ല, പക്ഷേ അവരുടെ മനസ്സ് ആ സമയത്തൊരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാഗൊണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക ഫീലിങ്സ് തോന്നുന്നത്. അതുപോലെ ഏത് പൊസിഷനിലാണ് ചെയ്യുന്നത് അതും ഇതിനകത്ത് പ്രധാനമാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ പോസിറ്റീവായിട്ടുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് പൂർണ്ണമായ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചെയ്യുന്ന ആളിൻ്റെ സങ്കല്പം പോലെ തന്നെ ചെയ്യിപ്പിക്കുന്ന ആളിനും ഒരു സങ്കല്പമുണ്ട്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് സ്നേഹമുള്ള പങ്കാളിയാണെങ്കിലും ഈ സമയത്തുള്ള അവരുടെ സങ്കല്പം വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവരും ഈ സമയത്ത് സ്നേഹത്തിൻ്റെ ഒരു ഊർജ്ജമല്ല പ്രതീക്ഷിക്കുന്നത്, മറിച്ച് അവരോടുള്ള തീവ്രമായ ഒരു ആകർഷണം ഉണ്ടല്ലോ, അതിൻ്റെ റെസ്പോൺസാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകളിൽ കൂടിയാണെങ്കിലും ചില പെരുമാറ്റത്തിൽ കൂടിയാണെങ്കിലും അവരത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ ഫീലിങ്സിന് ഉപരിയായിട്ട് മറ്റൊരു ഊർജം ക്രിയേറ്റ് ചെയ്യണം. അങ്ങനൊരു ഊർജം അവിടെ വരണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള സങ്കല്പവും വേണം. അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, നിഗൂഢമാണ്, രഹസ്യമാണ്. അതുകൊണ്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വവും സാഹചര്യവും ഒക്കെ കുറച്ച് സമയത്തേക്കൊന്ന് മറന്നേ പറ്റൂ. അതുപോലെ തന്നെ ഇതിനകത്ത് പങ്കാളിയുടെ ഇഷ്ടം, അവരുടെ നേച്ചർ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതും നല്ലതാണ്. ചിലർക്കാണെങ്കിൽ തുടക്കത്തിൽ ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം, എന്നാൽ ചിലർക്ക് അങ്ങനല്ല, ഇടവേളകളിലാണ് ഇഷ്ടം. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീവ്രമായി ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.